ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഓണം എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ക്ലാസ്സുകളുടെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ അതിൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അതായത് നമുക്ക് ഒരു പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറിയോ പോയമോ എന്തെങ്കിലും തരും. അത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ആൻസർ ചെയ്യാം. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. One day, Anna made a cute little paper boat. She named it Pappu. Anna launched Pappu in a stream. ഒരു ദിവസം അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി. അവൾ എന്ത് ചെയ്തു? ആ പേപ്പർ ബോട്ടിന് ഒരു പേരും കൊടുത്തു. എന്തായിരുന്നു പേര്? പപ്പു എന്നായിരുന്നു. അവള് പപ്പു എന്ന് പറയുന്ന ആ പേപ്പർ ബോട്ടിനെ സ്ട്രീമിലേക്ക് ഒഴുക്കി വിട്ടു, അരുവിയിലേക്ക് ഒഴുക്കി വിട്ടു. പപ്പു ദ പേപ്പർ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി. പപ്പു വേഗത്തിൽ എന്ത് ചെയ്തു? ഈ അരുവിയിലൂടെ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി, ഒഴുകി പോവാനായിട്ട് തുടങ്ങി. സഡൻലി ഇറ്റ് ഗോട്ട് സ്റ്റക്ക് വിത്ത് എ സ്റ്റോൺ. ഇങ്ങനെ ഒഴുകി പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അതൊരു കല്ലിൽ തട്ടിയിട്ട് അവിടെ സ്റ്റക്കായി നിന്നു. A frog saw this. It pushed the boat down. ഒരു തവള ഇത് കണ്ടു. അതെന്ത് ചെയ്തു? ഈ പേപ്പർ ബോട്ടിനെ മെല്ലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു. പപ്പു സെഡ്, താങ്ക് യു ഡിയർ, കം ഓൺ ലെറ്റ്സ് ഗോ ടു ദ സീഷോർ. അപ്പോൾ പപ്പു ഫ്രോഗ് അങ്ങനെ ചെയ്തപ്പോൾ ഫ്രോഗിനോട് താങ്ക്സ് പറഞ്ഞു. നമുക്ക് സീഷോറിലേക്ക് പോവാം, ഒഴുകി എങ്ങോട്ട് പോവാം, നീ എൻ്റെ പുറത്ത് കയറിക്കോ, നമുക്ക് ഒഴുകിയിട്ട് കടൽ തീരത്തേക്ക് പോവാം എന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ സെഡ് ദ ഫ്രോഗ്. അതൊരു നല്ല ഐഡിയ ആണെന്ന് ഫ്രോഗിനും തോന്നി. ഫ്രോഗ് പറഞ്ഞു, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. The frog jumped into the boat. They sailed to the seashore happily. ഫ്രോഗ് ആ ബോട്ടിലേക്ക് ചാടി കയറി. അവർ സന്തോഷത്തോടു കൂടിയിട്ട് സീഷോറിലേക്ക് ഒഴുകിപ്പോയി. ഇനി ഇതിൽ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ. ക്വസ്റ്റ്യൻ എ, ചൂസ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം കോളം ബി ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ് ഇൻ കോളം എ. കോളം ബിയിൽ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സീഷോർ, പപ്പു, ഫ്രോഗ്. ഈ വേർഡ്സ് കോളം എയിലുള്ള സെന്റൻസിലേക്ക് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഫിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1, ദ നെയിം ഓഫ് ദ പേപ്പർ ബോട്ട് ഈസ്. ഈ പേപ്പർ ബോട്ടിന്റെ നെയിം എന്താണ്? പപ്പു. 2, ദ ഡാഷ് പുഷ് ദ പേപ്പർ ബോട്ട് ഡൗൺ. പേപ്പർ ബോട്ടിനെ താഴേക്ക് പുഷ് ചെയ്ത് കൊടുത്തത് ആരാണ്? ദ ഫ്രോഗ്. ദ ഫ്രോഗ് പുഷ് ദ പേപ്പർ ബോട്ട് ഡൗൺ. 3, ദ ബോട്ട് ആൻഡ് ദ ഫ്രോഗ് വെന്റ് ടു ദ ഡാഷ്. ബോട്ടും ഫ്രോഗും കൂടെ എങ്ങോട്ടാ പോയത്? ദ ബോട്ട് ആൻഡ് ദ ഫ്രോഗ് വെന്റ് ടു ദ സീഷോർ. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് ദ മീനിങ് സ്പീഡ്ലി. സ്പീഡ്ലി എന്ന് മീനിങ് വരുന്ന വേർഡ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? സ്വിഫ്റ്റ്ലി, ലോഞ്ച്ഡ്, ഹാപ്പിലി. സ്വിഫ്റ്റ്ലി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ സി, ഹൂ ഇൻ ദ സ്റ്റോറി ഹാസ് എ ഹെൽപ്പിംഗ് മൈൻഡ്. ഈ കഥയിൽ ആർക്കാണ് ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളത്? അതായത് സഹായിക്കണം എന്നുള്ള മൈൻഡ് ഉള്ളത് ആർക്കായിരുന്നു? ബോട്ട്, ഫ്രോഗ്, അന്ന. ഫ്രോഗിനാണ് അല്ലേ? ഫ്രോഗാണ് പേപ്പർ ബോട്ടിനെ ഹെൽപ്പ് ചെയ്തത്. സോ ഫ്രോഗിനാണ് ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളത്. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. നമുക്ക് താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിക്കുക. ദില്ല ആൻഡ് ഇസാക്ക് വർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. ദില്ലയും ഇസാക്കും പുറത്ത് സന്തോഷത്തോടു കൂടിയിട്ട് കളിക്കുകയായിരുന്നു. സഡൻലി ദിൽന സ്റ്റോപ്ഡ്. പെട്ടെന്ന് ദിൽന കളി നിർത്തി. ഓ, ഐ ലോസ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്, ദിൽന ഷൗട്ടഡ്. എൻ്റെ ഒരു സ്ലിപ്പർ കാണാനില്ല, ഒരു ചെരുപ്പ് കാണുന്നില്ല എന്ന് ദിൽന ഷൗട്ട് ചെയ്തു. They looked under the bench, near the swing and everywhere. അവർ ആ സ്ലിപ്പർ ബെഞ്ചിന് താഴെയും അതുപോലെ സ്വിങ്ങിന് അടുത്തും ഊഞ്ഞാലിനടുത്തും ഒക്കെ എല്ലായിടത്തും അവർ തെരഞ്ഞു. നോ സ്ലിപ്പർ. പക്ഷേ ഒരു സ്ലിപ്പറും കണ്ടില്ല, അവരുടെ ചെരുപ്പ് കണ്ടില്ല. സഡൻലി ദേ ഹിയർഡ് വൂഫ്. ഇറ്റ് വാസ് എ നെയ്ബേഴ്സ് പപ്പി. പെട്ടെന്ന് അവർ വൂഫ് എന്നുള്ളൊരു സൗണ്ട് കേട്ടു. അതാരായിരുന്നു? ഇറ്റ് വാസ് നെയ്ബേഴ്സ് പപ്പി. അവരുടെ അയൽവാസിയുടെ നെയ്ബറിന്റെ പപ്പിയായിരുന്നു. പപ്പി എന്ന് വെച്ചാൽ പട്ടിക്കുട്ടിയായിരുന്നു. ഇറ്റ് ഹാഡ് ദ സ്ലിപ്പർ ഇൻ ഇറ്റ്സ് മൗത്ത്. അപ്പൊ സ്ലിപ്പർ എവിടെയുണ്ട്? ആ പപ്പിയുടെ വായക്കകത്തുണ്ട്. അതായത് പപ്പി ആ സ്ലിപ്പർ കടിച്ചു പിടിച്ചിട്ടുണ്ട്. കം ഹിയർ പപ്പി സെഡ് ഇസാക്ക്. ഇവിടെ വാ പപ്പി എന്ന് ഇസാക്ക് വിളിച്ചു. ദ പപ്പി റാൻ ടു ദം. പപ്പി അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഇറ്റ് ഡ്രോപ്പ് ദ സ്ലിപ്പർ ഡൗൺ. അത് അവരുടെ അടുത്ത് ആ സ്ലിപ്പർ താഴെ ഇട്ട് കൊടുത്തു. സില്ലി പപ്പി സെഡ് ദില്ല. ദേ ഗേവ് ഇറ്റ് എ ബിസ്ക്കറ്റ്. ദ പപ്പി വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. അവർ ആ പപ്പിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പോൾ പപ്പി എന്ത് ചെയ്തു? അതിന്റെ വാലുകൾ ആട്ടിയിട്ട് നന്ദി അറിയിച്ചു. ജസ്റ്റ് ദെൻ ഇറ്റ് റാൻ ഓഫ് അഗെയിൻ. എന്നിട്ട് അത് അവിടെ നിന്ന് വീണ്ടും ഓടിപ്പോയി. വേർ ഇസ് ഇറ്റ് ഗോയിങ് നൗ ആസ്ക്ഡ് ഇസാക്ക്. അത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ഇസാക്ക് ചോദിച്ചു. ദേ ഫോളോഡ് ദ പപ്പി. അവർ ആ പപ്പിയുടെ കൂടെ എന്ത് ചെയ്തു? അതിനെ ഫോളോ ചെയ്തു. ഇറ്റ് സ്റ്റോപ്ഡ് നിയർ എ ബുഷ്. അതൊരു ബുഷ് അറിയാലോ, ഒരു ചെടിയാണ് അല്ലേ? ബുഷിന്റെ അടുത്ത് നിന്നു. ഇൻസൈഡ്
They saw Isaac's toy car. അപ്പൊ ബുഷിന്റെ അടുത്ത് എന്തുണ്ട്? അവര് ഇസാക്കിന്റെ ഒരു ടോയ് കാർ കണ്ടു, കളിക്കുന്ന ഒരു കാർ കണ്ടു. My red car, I lost it last week, said Isaac. എന്റെ റെഡ് കാർ കിട്ടിയല്ലോ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇത് ലോസ്റ്റ് ആയതാണ്, ഇത് നഷ്ടപ്പെട്ടതാണ്. The puppy found that too, this said ദിൽന. പപ്പി അതും കണ്ടുപിടിച്ച് തന്നു എന്ന് ദിൽന പറഞ്ഞു. Mom came outside. What happened? അപ്പോൾ സൗണ്ട് ഒക്കെ കേട്ടിട്ട് അമ്മ പുറത്തേക്ക് വന്നു. What happened? എന്ത് പറ്റിയെന്ന് ചോദിച്ചു. I found out my slipper, said ദിൽന. ഞാൻ എൻ്റെ സ്ലിപ്പർ കണ്ടുപിടിച്ചു എന്ന് ദിൽന പറഞ്ഞു. And my toy car too, said Isaac. എൻ്റെ ടോയ് കാറും കിട്ടിയെന്ന് ഇസാക്കും പറഞ്ഞു. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇനി എന്താണ്, താഴെ ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 1. I lost one of my slippers. Who shouted so? എൻ്റെ ഒരു സ്ലിപ്പർ കാണാനില്ല എന്ന് ആരാണ് ഷൗട്ട് ചെയ്തത്? ദിൽനയാണല്ലേ. ക്വസ്റ്റ്യൻ 2. What did the puppy have in its mouth? പപ്പിയുടെ വായയ്ക്കകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദിൽനാസ് സ്ലിപ്പർ, ദിൽനയുടെ ചെരുപ്പായിരുന്നു. 3. ദിൽന ആൻഡ് ഇസാക്ക് gave the puppy a dash toy, banana, biscuit, flower. ദിൽനയും ഇസാക്കും കൂടെ പപ്പിക്ക് എന്താ കൊടുത്തത്? they gave the puppy a biscuit. Question 4. Isaac's toy car is dash in color, blue, red, black, white. ഇസാക്കിന്റെ ടോയ് കാർ ഏത് കളറായിരുന്നു? Isaac's toy car is red in color. Question 5. Pick out the word from the story that means young one of a dog. ഒരു ഡോഗിന്റെ യങ് വൺ, അതായത് ഒരു ഡോഗിന്റെ കുട്ടി എന്നർത്ഥം വരുന്ന വേർഡ് ഈ സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തുക. ഏതാണ്? പപ്പിയാണ്. ആക്ടിവിറ്റി 3. കോൺവെർസേഷൻ. ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ ദിൽന വെന്റ് ടു ഹർ ഗ്രാൻഡ്മാസ് ഹൗസ്. സമ്മർ വെക്കേഷന്റെ സമയത്ത്, അവധിക്കാല സമയത്ത് ദിൽന അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി. ഗ്രാൻഡ്മ വാംലി വെൽക്കം ഹർ. ഗ്രാൻഡ്മ സന്തോഷത്തോടു കൂടിയിട്ട് ദിൽനയെ സ്വാഗതം ചെയ്തു. ഷീ മേഡ് പായസം ഫോർ ദിൽന. ദിൽനയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ്മ എന്തുണ്ടാക്കിയിരുന്നു? പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് എ കോൺവെർസേഷൻ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാൻഡ്മ, ദിൽന കം ഡിയർ. ദിൽന, ഇസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ? എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഗ്രാൻഡ്മ എന്ന് ചോദിക്കാണ്. ഗ്രാൻഡ്മ, യെസ് ഐ മേഡ് യുവർ ഫേവറേറ്റ് പായസം. ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ദിൽന, യു നോ ഐ ലൈക്ക് പായസം. ഗ്രാൻഡ്മയ്ക്ക് അറിയാമല്ലേ എനിക്ക് പായസം ഇഷ്ടമാണെന്ന്. ഗ്രാൻഡ്മ, ഹാവ് ഇറ്റ് മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്. നീ ഇത് കുടിക്ക്, എന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയൂ എന്ന് പറഞ്ഞു ഗ്രാൻഡ്മ. ദിൽന, ഇറ്റ് ഈസ് ഡെലീഷ്യസ്. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുണ്ടെന്നായിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. ഗ്രാൻഡ്മ, ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. ഞാൻ എൻ്റെ കൊച്ചു രാജകുമാരിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് മാത്രമല്ലേ ഉണ്ടാക്കി തരുള്ളൂ എന്ന് ഗ്രാൻഡ്മ പറഞ്ഞു. ദിൽന, വിൽ യു മേക്ക് സം ഉണ്ണിയപ്പം ഫോർ മീ? അമ്മ എനിക്ക് കുറച്ചൊരു ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കി തരുമോ? ഗ്രാൻഡ്മ, ഷുവർ ഡിയർ, തീർച്ചയായിട്ടും ഉണ്ടാക്കി തരാം. ദിൽന, താങ്ക് യു ഗ്രാൻഡ്മ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോൺവെർസേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആക്ടിവിറ്റി 4 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എ ബി ഉണ്ടായിരിക്കും. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സോ നമുക്ക് 4th ക്വസ്റ്റ്യൻ എ നോക്കാം. ഡയറി ആണ്. ദിൽന വെന്റ് ടു സീ ദ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹർ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ ടുക്ക് ഹർ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ്, പോൺസ് ആൻഡ് ഹിൽസ്. ദിൽന ഗ്രാൻഡ്മയുടെ കൂടെ ആ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയി. ഗ്രാൻഡ്മ അവൾക്ക് പാടവും അതുപോലെ കുളവും പുഴകളും കുന്നുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഷീ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ്. ദിൽനയ്ക്ക് ആ വില്ലേജിന്റെ ഭംഗി ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇൻ ദ നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് ഹർ മെനി സ്റ്റോറീസ്. രാത്രി സമയത്ത് ഗ്രാൻഡ്മ ദിൽനയ്ക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. അങ്ങനെ ആ ഹോളിഡേയ്സ് ഒക്കെ ഗ്രാൻഡ്മയോട് കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ദിൽന തിരികെ വീട്ടിലേക്ക് എത്തി. ഷീ വാസ് വെരി മച്ച് ത്രിൽഡ്. അവള് ഭയങ്കര ത്രില്ലിലായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹർ എക്സ്പീരിയൻസസ് ഇൻ ഹർ ഡയറി. ഹെൽപ്പ് ദിൽന റൈറ്റ് ഹർ ഡയറി. അപ്പോൾ ദിൽന അവൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഡയറിയിൽ എഴുതാനായിട്ട് നോക്കി. അവളെ ആ ഡയറി എഴുതാൻ ഹെൽപ്പ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം ഔട്ട്ലൈൻ ഒക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഡേറ്റും ഡേയും, ദിവസവും തീയതിയും എന്താണെന്ന് എഴുതുക. I have got some unforgettable moments in the past few days. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മറക്കാൻ പറ്റാത്ത കുറച്ച് നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. I went to my mother's home to spend my holidays with my grandma. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. എൻ്റെ അവധിക്കാലം ഗ്രാൻഡ്മയോടുകൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. എവ്രി ഡേ ഗ്രാൻഡ്മ ഷോ മീ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഓഫ് ദാറ്റ് വില്ലേജ്. എല്ലാ ദിവസവും ഗ്രാൻഡ്മ എനിക്ക് ആ വില്ലേജിലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു. ഷീ ടുക്ക് മീ നിയർ ടു ദ പാഡി ഫീൽഡ്സ്, പോൺസ് ആൻഡ് ഹിൽസ്. ഗ്രാൻഡ്മ എന്നെ വയലിലേക്കും പുഴയിലേക്കും കുന്നു കാണിക്കാനും ഒക്കെ കൊണ്ടുപോകും. ഷീ മേഡ് പായസം ആൻഡ് ഉണ്ണിയപ്പം ഫോർ മീ. ഗ്രാൻഡ്മ എനിക്ക് വേണ്ടിയിട്ട് പായസവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കി തന്നു. ഇൻ എവ്രി നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് മീ ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്. എല്ലാ ദിവസവും രാത്രി ഗ്രാൻഡ്മ എനിക്ക് നല്ല മനോഹരമായിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ
പറഞ്ഞു തന്നു. ഇറ്റ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇതെനിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഫ്റ്റർ സ്പെൻഡിങ് സം ഡേയ്സ് വിത്ത് മൈ ഗ്രാൻഡ്മ ടുഡേ ഐ റീച്ച്ഡ് മൈ ഹോം. അങ്ങനെ ഗ്രാൻഡ്മയോടൊപ്പം കുറച്ച് ദിവസങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. ഐ റിയലി മിസ് ഹർ. ഇപ്പോൾ ഞാൻ ശരിക്കും ഗ്രാൻഡ്മയെ മിസ് ചെയ്യുന്നുണ്ട്. ഐ റിയലി മിസ് ദോസ് പ്രെറ്റി സൈറ്റ്സ് ആൻഡ് ഹെർ ലലാബീസ്. ഞാൻ ആ ഭംഗിയുള്ള കാഴ്ചകളും ഗ്രാൻഡ്മയുടെ താരാട്ട് പാട്ടും ഒക്കെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ കമ്മിങ് വെക്കേഷൻസ് ഐ വിൽ ഷുവർലി ഗോ ദർ. ഇനി വരുന്ന വെക്കേഷനുകളിലും ഞാൻ തീർച്ചയായിട്ടും അവിടേക്ക് തന്നെ പോവും. ആക്ടിവിറ്റി 4 തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ്. ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. ദ ഇൻവൈറ്റഡ് ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. Dilna and her friends have to prepare the notice. Help them prepare the notice. The details are given below. അപ്പോൾ സ്കൂളിൽ ഒരു ബുക്ക് ഫെയർ നടക്കുകയാണ്. ബുക്ക് ഫെയർ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവർ ആ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സണെയാണ് വിളിച്ചിട്ടുള്ളത്. ദില്ലയും അവളുടെ ഫ്രണ്ട്സും കൂടെ നോട്ടീസ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിലുള്ള ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. വെന്യൂ പരിപാടി നടക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. നടക്കുന്ന ഡേറ്റ് 3rd September 2025 ആണ്. ടൈം 10 AM ആണ്. ചീഫ് ഗസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോഴും മക്കൾ ശ്രദ്ധിക്കുക, ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുക, എന്നിട്ട് മനോഹരമായിട്ടുള്ള ആ സിറ്റുവേഷന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് യോജിച്ച് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഹെഡിങ് കൊടുക്കുക. ഇവിടെ ബുക്ക് ഫെയർ ആണ് പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, റീഡ് ആൻഡ് ഗ്രോ, വായിച്ചു വളരൂ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തു. Dear friends, our school GVHSS Vengara has decided to conduct a book fair on 3rd September 2025 at 10 AM at the school auditorium. നമ്മുടെ സ്കൂള് 2025 സെപ്റ്റംബർ 3 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു ബുക്ക് ഫെയർ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. Our beloved municipal chairperson Mr. Srikumar will inaugurate the function. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീകുമാർ സർ ആണ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഇനോഗ്രേഷൻ പ്രോഗ്രാം സച്ച് ആസ് റീഡിംഗ് കോമ്പറ്റീഷൻ ആൻഡ് ക്വിസ് കോമ്പറ്റീഷൻസ് ആർ ഓൾസോ ബീയിങ് ഓർഗനൈസ്ഡ്. ഈ പ്രോഗ്രാമിന് ശേഷം, അതായത് ഇനോഗ്രേഷന് ശേഷം, ഉദ്ഘാടനത്തിന് ശേഷം റീഡിംഗ് കോമ്പറ്റീഷനും ക്വിസ് കോമ്പറ്റീഷനും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഓൾ ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ. എല്ലാവരും ഈ പരിപാടി അറ്റൻഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്ഫുള്ളി സ്റ്റുഡൻസ് ഫോർത്ത് ബിയിലെ കുട്ടികൾ. ഓക്കെ, ആക്ടിവിറ്റി 5 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. എയും ബിയും ഉണ്ടായിരിക്കും. 5 എ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇവന്റ്സ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദ മേജർ ഇവന്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ. ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഒരു കഥയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് എഴുതുക. അതായത് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ ആ സ്റ്റോറി ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. സോ 1 എന്താണ് മക്കളെ ഞാൻ എഴുതിയിട്ടുള്ള? വൺ ഡേ മിന്നു വാസ് ഗോയിങ് ടു സ്കൂൾ ഓൺ എ സ്കൂട്ടർ വിത്ത് ഹെർ മദർ. ഒരു ദിവസം മിന്നു സ്കൂട്ടറിൽ അവളുടെ അമ്മയോടുകൂടെ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. സെക്കൻഡ് പിക്ചർ നോക്കൂ. ദെൻ ദേ സോ എ മാൻ ലൈങ് ഓൺ ദ റോഡ് വിത്ത് ഇഞ്ചുറീസ് ആഫ്റ്റർ ആൻ ആക്സിഡന്റ്. അപ്പോൾ അവർ റോട്ടിൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് മുറിവ് പറ്റിയിട്ട് കിടക്കുന്നത് കണ്ടു. 3. Minu's mother immediately got off the scooter and called an ambulance. മിന്നുവിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, സ്കൂട്ടറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആംബുലൻസ് വിളിച്ചു. 4. The ambulance arrived and took the injured person to the hospital. ആംബുലൻസ് വരികയും മുറിവ് പറ്റിയ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 5th ക്വസ്റ്റ്യനിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ, വേർഡ് പസിൽ. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. ലുക്ക് അറ്റ് ദ ഹിൻസ് ഗിവൺ ബിലോ. 1 is done for you. നമുക്കവിടെ താഴെ ഒരു പസിലാണ് തന്നിട്ടുള്ളത്. അതിലുള്ള കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഹിൻസും നമുക്കവിടെ താഴെ തന്നിട്ടുണ്ട്. ആദ്യം ഡൗൺ, താഴേക്കാണ് കേട്ടോ. ഡൗൺ എന്ന് വെച്ചാൽ താഴേക്ക്. 1 എന്ന് എഴുതിയത് താഴേക്കുള്ളത് നോക്കൂ. പീപ്പിൾ ഹു ഫൈറ്റ് ഫയർസ്. തീയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഫയർമെൻ. ഓക്കെ, ഫയർമെൻ ആണ്. 2. The quality of being fearless. പേടിയില്ല എന്നുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ പേടിയില്ലാത്ത അവസ്ഥയെ നമ്മൾ എന്താ പറയുക? ബ്രേവറി, ധീരത എന്നാണ് അല്ലേ. 3. To ask humbly for something. ഹമ്പിളായിട്ട്, അതായത് എന്താ പറയുക, കേണിട്ട് ഒരാളോട് ചോദിക്കുന്നതിന് എന്താ പറയുക? ബെഗ്, അപേക്ഷിക്കുക. ബെഗ് ആണ് കേട്ടോ. 5. To comfort someone. ഒരാളെ കംഫർട്ട് ചെയ്യാം. അതിന് നമ്മൾ കൺസോൾ എന്നാണ് പറയുക, ആശ്വസിപ്പിക്കുക. ഓക്കെ, ഇനി അക്രോസ്, നേരെ. 4. An urgent situation. അർജന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതിനെന്താ വേർഡിന് എന്താ പറയുക? എമർജൻസി. 6. In a foreign country. ഒരു ഫോറിൻ കൺട്രിയിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് എന്നുള്ളതിന് എന്താ പറയുക? അബ്രോഡ്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഇതേ മോഡലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോട്ട് ഷുവർ, ഓക്കെ, ഉറപ്പിക്കേണ്ട, എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്